15 രാജ്യങ്ങളിലെ പ്രഗത്ഭന്മാർ, ജർമ്മനി അടക്കം വന്നിട്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ UPI, ഫോൺ പേ, GPay നടത്തുന്നതെന്ന് പഠിക്കാൻ വേണ്ടി വന്നു. അമേരിക്കയിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾ അതേ വീട്ടിലിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡോ വൈഫോ അവരുടെ ബാങ്കിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒരു 50 വർഷം മുമ്പ് ഹോങ്കോങ്ങിലൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് റീറ്റെയിൽ ആൾക്കാരുടെ ടാക്സിസ്റ്റാണ്. ഇഡ്ലിയും വടയും സാമ്പാറും വെക്കുന്ന ഒരാളുടെ ടാക്സ്, IRCTCയിൽ ഭക്ഷണം വെക്കുന്നവരുടെ ടാക്സ്, ഇതൊന്നും കണക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. എല്ലാ റീറ്റെയിൽക്കാരനും എത്ര മാർജിൻ ഉപയോഗിച്ചിട്ട് എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടാണ് കാശുണ്ടാക്കുന്ന ആലോചിച്ചു. അപ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പോകാണ്ടിരുന്നാൽ ആർക്കാണ് നഷ്ടപ്പെടുന്നത്? IRCTC ഉണ്ടല്ലോ, വലിയ അത്ഭുതമാണ്. ലോകത്ത് ഇത്രയും നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവില്ല. വരാൻ പോകുന്ന പുതിയ ട്രെയിനുകളുണ്ട്, അത് വാക്വം വെച്ചിട്ട് സക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ട്രെയിനുകളാണ്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അത് വരാൻ പോകുന്നത് 50 മിനിറ്റ് കൊണ്ട്. അത് ആദ്യം വരുന്നത് എങ്ങോട്ടാണ് ഇനി വരുന്നത്? എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ മുന്നോട്ട് പോകാൻ. സോ ഇറ്റ്സ് 100% ഷുവർ ദാറ്റ് ബൈ 2050 ഇന്ത്യ വിൽ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ നേഷൻ. പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ കിട്ടുന്ന ബഹുമാനം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇന്ത്യ എത്ര പവർഫുൾ ആണ്. നമസ്കാരം ഡോക്ടർ TPS. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റലാക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. അതെങ്ങനെയാണ് നമുക്ക് സാധിച്ചത്? ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയുടെ പല സംഭവം ലോകം ഡിജിറ്റലാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും ഡിജിറ്റലാണ്. നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്ന രാജ്യമെന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയാണ്, ഇന്ത്യയുടെ അതേ പോപ്പുലേഷനുള്ളത്. അപ്പോൾ ഡിജിറ്റൽ അവർ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ നമ്മുടെ കുറേ മാറ്റങ്ങൾ, ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആയാലും എഡ്യൂക്കേഷനിലായാലും ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷനിലായാലും, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് 10-30 കൊല്ലം മുമ്പ് ഒന്നും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഒരു 50 വർഷം മുമ്പ് ഏകദേശം ഹോങ്കോങ്ങിലൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിരുന്നു. 1985 ഞാൻ ഹോങ്കോങ്ങിൽ പോയ സമയത്ത് എയർപോർട്ടിൽ നിന്നും 85 എത്ര കാലമെന്ന് വെച്ചാൽ 40 വർഷം മുമ്പ് എയർപോർട്ടിൽ നിന്നും കോളേജ് ക്യാമ്പസിലേക്ക്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഞാൻ താമസിക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുമ്പോൾ ഒരു പയ്യനൊരു ഫോൺ എടുത്തിട്ട് ഇതാണ് റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയത്. കാരണം അന്നൊന്നും നമ്മൾ ഫോൺ പോലും കണ്ടിട്ടില്ല. ഫോൺ പോലല്ല, കുറച്ചും കൂടി ബിഗർ തിക്കർ ആയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള സാധനം, ഇവിടെ വാക്കി ടോക്കിയൊക്കെ ഇല്ല, അതേപോലൊരു സാധനം വെച്ചിട്ടാണ് അയാൾ പറയുന്നത് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ. ഇതിനായിട്ട് തന്നെ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇവിടത്തേക്ക് കടന്നെത്താൻ വേണ്ടിയിട്ട് 3 കാലം എടുത്തു. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഈ പോക്കറ്റുകളിൽ കാശ് വെക്കുന്ന കാലം ഉണ്ടല്ലോ, അത് ബാക്ക് പോക്കറ്റിലാണ് സാധാരണ വെക്കുക. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കാം, കാരണം ഇതിങ്ങനെ ബൾജായിട്ടിരിക്കും. അതിനെ റീപ്ലേസ് ചെയ്യാനാണ് കാർഡ് വന്നത്, ATM കാർഡുകളും. ആ ATM കാർഡ് വരുന്നത് സാം പെട്രോടെയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്നിട്ടുള്ളതാണ് സാം പെട്രോടെയൊക്കെ. അന്ന് ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് രസകരമായിട്ടുള്ള സമയം, ചെറിയൊരു കാർഡ് ഉണ്ടായാൽ യു ക്യാൻ ഡു ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വന്ന സമയത്ത് ഡിജിറ്റലി എങ്ങനെ ട്രാൻസാക്ഷൻ നടത്താം എന്നുള്ളത് നമ്മുടെ ഇൻഫോസിസിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള കർണാടകക്കാരനായ നന്ദനാണ് ഇത് സജസ്റ്റ് ചെയ്തത്. വലിയൊരു മാറ്റമാണ്. നമ്മൾ സാധാരണ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്നതൊക്കെ കംപ്ലീറ്റ് ഡിജിറ്റൽ ആക്കാം. അങ്ങനെ UPI ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആ UPI ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് അധികാരം അത് ഉപയോഗിക്കാതിരുന്നൊരു കാലത്താണ് നമ്മുടെ ഈ മണി ക്രാഷ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ നോട്ട്സ് ബാൻ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ മോദി കൊണ്ടുവന്ന് അത് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വേറെ രക്ഷയില്ലാണ്ടായി. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഇവിടെ ID കാർഡ്. ലോകത്തിൽ ഇത്രയും പോപ്പുലസ് ആയിട്ടുള്ളൊരു കൺട്രി, അവരുടെയൊക്കെ ID കാർഡ് എന്ന് പറയുന്ന ആധാർ കാർഡ് ഡിജിറ്റലാക്കണ്ടേ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റലായിട്ടുള്ള ഡാറ്റാബേസ് ഏത് ലോകത്താണുള്ളത്? ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡാറ്റാബേസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലോകത്തിലെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇതിനേക്കാളും ഹയർ ആയിട്ട് കുറേ കാലം മുമ്പ് ഡിജിറ്റലായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 5-1 ഉള്ളൂ. അപ്പോൾ അവരെത്ര ശ്രമിച്ചാലും ഇത്രയും ഡിജിറ്റൽ ഡാറ്റ അവരുടെ അടുത്ത് പോയില്ല. അപ്പോൾ മണി ട്രാൻസാക്ഷനായി, ഡിജിറ്റൽ ഡാറ്റയായി. നമ്മുടെ റെയിൽവേ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ചൈനയും ഇന്ത്യയൊക്കെയാണ്. ജർമ്മനിയാണ് പിന്നേക്കുള്ളത്. ജർമ്മനിയൊന്നും പക്ഷേ ഇപ്പോഴും ഡിജിറ്റൽ അല്ല.
ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന മീഡിയ യാത്ര ചെയ്യുന്ന മീഡിയ എന്നൊന്നും റെയിലാണ്. റെയിലാവും. ആ റെയിൽ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും 3200 3200 ലെഫ്റ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന റെയിലുകളെ കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള IRCTC ഉണ്ടല്ലോ, വലിയ അത്ഭുതമാണ്. ലോകത്ത് ഇത്രയും നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവില്ല. ഇനി ഇതൊക്കെ പറയുന്ന ഡിജിറ്റൽ എന്ന് പറയുന്ന ഏത് സംഭവത്തിൻ്റെയും ഉള്ളിൽ നോക്കിയാൽ ആരാ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നടന്നത്? എല്ലാം ഇന്ത്യക്കാരാണ്. അപ്പോൾ ആ ഇന്ത്യക്കാരുള്ള എല്ലാ ലോകത്തിലെ ഏത് രാജ്യങ്ങൾക്കും വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഇന്ത്യക്കാർ ഇന്ത്യക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വലിയ സോഫ്റ്റ്വെയർ. ഇപ്പോൾ UPI എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, സിംഗപ്പൂർ, ബർമ്മ, ഇത്തരം നെയ്ബറിങ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും, മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ബാങ്കുകളെ, കാരണം ആ ബാങ്കുകൾക്കൊക്കെ ഇന്ത്യയിൽ ഏജൻസി ഉണ്ട്, ഇന്ത്യയിൽ അവരുടെ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് ട്രാൻസാക്ഷൻ എളുപ്പമാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. അല്ല, നമുക്ക് ഇന്ത്യയിൽ ബ്രാഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ട്രാൻസാക്ഷൻ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ശരിയാ. അപ്പോൾ ആ അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലോകം പല ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് വന്ന് ബിസിനസ് നടത്താൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പണ്ടത്തെ പിന്നെ PV നരസിംഹറാവുവിൻ്റെ LPG ഉണ്ടല്ലോ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഡോണ്ട് തിങ്ക് ദറ്റ് ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇത് നടത്തുന്ന ആലോചിക്കേണ്ട. കുറേ കാലം, അതുകൊണ്ടാണ് ഞാൻ സാം പാട്രോഡയുടെ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തുടങ്ങുന്നത്. അതിൽ LPG ഡിജിറ്റലാക്കിയില്ലേ ശരിക്കും? LPG ഒന്ന് ലിബറലൈസേഷൻ. അതാണ് ഞാൻ ഓർത്തു ലിബറലൈസേഷൻ എനിക്ക് പെട്ടെന്ന് വേണ്ടി അല്ല, ഞാൻ വീട്ടിൽ ചോദിക്കാനോ? മനസ്സിലായില്ലേ? തന്നെ കളപ്പ് അന്തരപിടി ധൈര്യം കൂടിയില്ലേ? കീപ് ഗോയിങ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം തോലത്തിന് വീട്ടിൽ ഇട്ടായിരുന്നല്ലോ എന്നെ. ഇപ്പം PV നരസിംഹറാവിന്റെ അപ്പോൾ PV നരസിംഹറാവിന്റെ കാലം മുതൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വന്നപ്പോഴത്തേക്കും ലോകം ഫുൾ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ പല സ്ഥലത്തും പോയിട്ട് ബിസിനസ് നടത്തുകയും അവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും അവിടത്തേക്ക് ട്രാവൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം ഈ ട്രാൻസാക്ഷൻസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന, കാരണം പോപ്പുലേഷൻ കൂടുതലാണ്, അത്രയും സ്കൂൾസ് ഉണ്ട്, അത്രയും യുവ ജനറേഷൻസ്. 25% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് യൂത്ത്. അപ്പോൾ ഇവരൊക്കെ ക്ലാസ് മുറികളിലാണ്. സ്വയം എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ ട്യൂട്ടറിങ് പ്രോഗ്രാംസ്, മൂക്ക് എന്ന് പറയുന്ന മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, എല്ലാ ക്ലാസ്സുകളും നടത്താൻ പറ്റുന്നത്. അത് സ്വയം എന്ന് പറയുന്നത് ലോകത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്ന വേറൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഫിനാൻസിലുണ്ട്, ബിസിനസ്സിലുണ്ട്, ID കാർഡിലുണ്ട്, ട്രാൻസ്പോർട്ടേഷനിലുണ്ട്, അങ്ങനെ ഓരോ തുറകളിലും. ഗൂഗിൾ മാപ്പ്, സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു മാപ്പ്, ഇന്ത്യയെ മാപ്പ് ചെയ്തതിന് ശേഷം ഇത്രയും എക്സ്റ്റെൻസീവായിട്ട് ഓരോ മുക്കും മൂലയും മാപ്പ് ചെയ്തിട്ടുള്ള സ്ഥലം. കാരണം പോപ്പുലേഷൻ ഉണ്ട്, ഓരോ റോഡിലും സൈഡിൽ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മാപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഡിജിറ്റൽ സിസ്റ്റം അല്ലേ? അപ്പോൾ ബിസിനസ്സിൽ, റീറ്റെയിൽ ബിസിനസ്സുകളിൽ നമ്മുടെ ഓരോ സംഭവങ്ങളും, ടാക്സേഷൻ, നമ്മുടെ ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, പാൻ കാർഡ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഡിജിറ്റലാക്കി, ഇതൊക്കെ കണക്റ്റഡായി. ഇപ്പം എയർപോർട്ടുകളിൽ ഉണ്ടായിരുന്ന മാറ്റം, പണ്ട് നമ്മൾ ക്യൂവിൽ നിൽക്കണം, ഇപ്പോൾ വളരെ എളുപ്പമാണ് യാത്ര. ഇപ്പോൾ എബ്രോഡിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യൻ ആൾക്കാർക്ക് അവർ ക്യൂവിൽ നിന്നിട്ട് ഈ കസ്റ്റംസിൻ്റെ ക്ലിയറൻസിന് പോണ്ട. ഈ ക്ലിയറൻസ് ഉണ്ട്, ഈ സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു കോൺട്രാക്റ്റ് ഒപ്പിടാം, ഞാൻ കോൺട്രാക്റ്റ് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ സബ്മിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കലി വന്നു. കാരണം ഈ സിഗ്നേച്ചർ ഈസ് ഓൾറെഡി രജിസ്റ്റേർഡ് തരും. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഒപ്പിട്ട് സ്കാൻ ചെയ്തിട്ടുള്ളൊരു കാലം മാറി. അപ്പോൾ ഡിജിറ്റൽ ഹസ് ബിക്കം സോ കൺവീനിയൻറ്റ്, വളരെ എളുപ്പം. ലോകത്തിലും പല രാജ്യങ്ങൾ, 15 രാജ്യങ്ങളിലെ പ്രഗത്ഭന്മാർ, ജർമ്മനി അടക്കം, വന്നിട്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ UPI, ഫോൺപേ, GPay നടത്തുന്നതെന്ന് പഠിക്കാൻ വേണ്ടി വന്നു. കാരണം ഒരു ക്ലിക്കിൽ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ലോകം. അമേരിക്കയിൽ
ഇവിടെ ഇരിക്കുന്ന ഒരാൾ അതേ വീട്ടിലിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡോ വൈഫോ കിഡ്സോ അല്ലെങ്കിൽ പാരൻസോ അവരുടെ ബാങ്കിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒരു ക്ലിക്കിൽ ഒരു സെക്കൻഡിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് വലിയൊരു സംഭവമല്ലേ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് കൺവീനിയൻസ്, ഗവൺമെൻറ് സപ്പോർട്ട്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ സ്റ്റുഡിയോ നടത്തുന്നത് ഇപ്പോൾ 100 Mbps to 400 Mbps സ്പീഡിലാണെന്ന് വിചാരിക്കാം. സ്പീഡ് ഓഫ് ഇൻ്റർനെറ്റ് നമ്മളവിടെ നിന്ന് എത്തിയിട്ടില്ല. നമ്മളിവിടെ 4G 3G 5G എന്നൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ മിക്കവാറും പല സ്ഥലത്തും 3G എന്നൊക്കെ കാണിച്ച ഒരു നിമിഷം കഴിയുമ്പോഴത്തേക്കും എന്ന് കാണിക്കും. അപ്പോൾ ആ G ഒന്നും ഇല്ലാത്തതാണ്. ഒരു ബഹുമാനം ഇല്ലാണ്ട് G ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ G കഴിഞ്ഞിട്ട് 5G ആയാലും റിയലൈസിങ് സ്പീഡ് എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് 3Gയിൽ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിരിക്കുന്നത്. അവിടെ നമുക്ക് 100 Mbps സ്പീഡാണ് അല്ലെങ്കിൽ 400 Mbps സ്പീഡാണ് മാക്സിമം കിട്ടുന്നത് വിചാരിക്കാം. അമേരിക്കയിൽ ഇത് 10 GB സ്പീഡിലാണ് പോകുന്നത്. അത്രയും സ്പീഡുള്ള ഒരു രാജ്യത്ത് ഇത്രയും ട്രാൻസാക്ഷൻസ് അവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഒന്ന് ഡിമാൻഡ്, ഒന്ന് ഇന്ന് 100 രൂപ കിട്ടിയിട്ടെങ്കിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. എത്രയോ ആൾക്കാരുണ്ട് പ്ലീസ് പേ ദ മണി, ഇപ്പം തന്നെ പേ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പുവർ കൺട്രി ആയിട്ട് പോലും ഒരു ഡിമാൻഡിങ് സിറ്റുവേഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം കറൻസി നോട്ട്സ് പലപ്പോഴും രാജ്യങ്ങളിൽ കറൻസി നോട്ട്സ് പ്രിൻ്റ് ചെയ്യാനും അത് ട്രാൻസാക്ട് ചെയ്യാനും അതിനെ റീസൈക്കിൾ ചെയ്യാനും ഉപയോഗിക്കുന്ന വലിയൊരു ക്യാഷ്, ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. കൊണ്ട് നടക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി. ഇപ്പോൾ ഒരു ഫോൺ മാത്രം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നടക്കുമല്ലോ അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളുടെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൻ്റെ ഒരു 2000 ടൈംസ് അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ടൈംസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, കുറേ ബാങ്കിങ് സിസ്റ്റം നടക്കുന്നുണ്ട്, എല്ലാം ഓട്ടോമേറ്റഡ് ആയി എന്നുള്ളതാണ്. അത് വലിയൊരു മാറ്റമായിട്ട് നമ്മൾ കാണണം. അതിന് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഇതൊന്നും പിന്നെ നമ്മൾ ഇതൊക്കെ സാധിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ സാധിക്കുന്ന ഒരു ലാംഗ്വേജിൽ ചെയ്താൽ മതി. പക്ഷേ ഇന്ത്യയിലോ ഓരോ ബാങ്ക് ഇൻഫർമേഷൻസിനും അയാളുടെ ലോക്കൽ ലാംഗ്വേജിലേക്ക്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെ മുതൽ ഇവിടെ വരെയൊക്കെ ഉണ്ടവർക്ക് ബ്രാഞ്ചുകളെന്ന് ആലോചിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് കംപ്ലീറ്റ് കണക്റ്റഡ് ആണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളൊരു ലെറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആണെങ്കിൽ ഇത് എവിടെ പോകുന്നു എന്ന് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്പർ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യണ്ടല്ലോ. ഇത് വലിയൊരു മാറ്റമാണ്. അത് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവത്തിൽ നിന്നും ഡിജിറ്റലിൽ മാത്രം, ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് കോപ്പി ഉണ്ടായിരുന്നത് ഡിജിറ്റൈസ് ചെയ്യലാണ്. അവിടെ നിന്നും കംപ്ലീറ്റ് ഡിജിറ്റൽ ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചത് വലിയൊരു കഴിവാണ്. ഈ സുരക്ഷയുടെ ഒരു കാര്യം ഇതിനകത്തുണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് ബാങ്കിൽ തന്നെ പൈസ കൊണ്ടിടാൻ പേടിയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അതിൽ നിന്ന് ഒരു ക്ലിക്കിലേക്ക് ഞാൻ പൈസ ഇട്ട് കഴിഞ്ഞാൽ മാറുമോ, അല്ലെങ്കിൽ എൻ്റെ പൈസ നഷ്ടപ്പെടുമോ, അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും മാറി. ആ ഒരു ഭയത്തിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതൊരു സുരക്ഷ എന്ന് പറയുന്ന സാധനം അതിനകത്ത് നമ്മളൊന്ന് അതിൽ നിന്ന് മാറ്റാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ. ഈ ഡിജിറ്റൽ ഇടപാടുകളിലെ സുരക്ഷ എങ്ങനെയാണ്? എല്ലാം പാസ്വേഡ് റെക്കോർഡഡ് ആണ്, നമ്പർ 1. നമ്പർ 2, നമ്മുടെ ഇൻഫർമേഷൻ ബാക്കിലോട്ട് കയ്യിലുണ്ടെന്ന് കറക്റ്റാണ്. പക്ഷേ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം SBIയിൽ ഇരിക്കുന്ന ഏതൊരു ക്ലർക്കിനും അവർക്ക് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കയറാൻ പറ്റുമെങ്കിൽ വേറെ ആരുടെ അക്കൗണ്ട് സിസ്റ്റം അവർക്ക് കാണാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആര് മണി ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചാലും എൻ്റെ മൊബൈലിൽ പാസ്വേഡ് വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ മണ്ടന്മാരെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ പിൻ ഷെയർ ചെയ്യാൻ പറ്റും. ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് ഹയർ ഫോറസ്റ്റിലിരുന്ന ആളെ പോലും കേരളത്തിലൊരു കേസ് ഉണ്ടായിരുന്നു, അയാളെ പോലും പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ടന്മാർക്ക് ഇതിനെപ്പറ്റി ഭയം വേണം. അറിയാതെ ആരെങ്കിലും ഒരു പിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിലൂടെ ഹാക്ക് ചെയ്യപ്പെടുന്നതും ഒക്കെ നമുക്ക് വരുന്ന ചിലപ്പോൾ ഇമെയിൽ വരുന്ന സമയത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വന്ന് താഴത്ത് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് മണ്ടത്തരം ചെയ്യുന്നവരുണ്ടാവും. അതേ സമയത്ത് അവർ ചോദിക്കുന്ന പല ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴേ അങ്ങോട്ടേക്ക് പോകുള്ളൂ. നമ്മൾ ഷെയർ ചെയ്യാതെ നമ്മുടെ ഒരു ഇൻഫർമേഷനും ഒരു ഡിജിറ്റൽ സിനാരിയോയിലും ഇതുവരെ നഷ്ടപ്പെട്ടതായിട്ട് ഒരു കേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടല്ലോ, ഞാനിങ്ങനെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആലോചിച്ചു, എന്ത് നമുക്ക് ഈ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യണ പോലെ നമുക്കെല്ലാവർക്കും മൊബൈലിൽ ഇരുന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാവും ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. കാരണം ക്യൂ നിൽക്കുന്നു. ഞാനൊരു 3 തവണ പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവർക്ക് പരിചയക്കുറവ് ഇങ്ങനെ വലിയ ക്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, രാവിലെ മുതൽ വന്നിട്ടിരിക്കുക. അതിനുശേഷം ഇവരൊക്കെ വന്നിട്ട് ഈ പുതിയ ആൾക്കാരായതുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലത്ത് ഇപ്പോൾ മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ ഏറ്റവും മുമ്പ് നിൽക്കുന്ന ഒരു സമയത്ത് ഹോട്ട്സ്റ്റാറിൽ സിനിമ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വോട്ട് ചെയ്യണ പോലെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാലം ഉണ്ടാവുമോ ഇന്ത്യയിൽ? അത്
ബുദ്ധിമുട്ടാണ്. അത് കാരണം എന്താ വെച്ചാൽ കളൗട്ട് ചെയ്യാനാണോ? കള്ളവോട്ട് ചെയ്യണ്ട. ഞാനാണ് വീട്ടിൻ്റെ അധിപൻ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് അധിപ എന്ന് വിചാരിക്കുക. രണ്ടാക്കും പാർട്ടിസിപ്പേഷൻ ഇരുന്നോട്ട് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് അധിപൻ എന്ന് വിചാരിക്കുക. മൂന്നാക്കും 3 പാർട്ടി ആവാം. എൻ്റെ മകൻ എൻ്റെ ഫോൺ എടുത്തിട്ട് 3 ആക്കും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന് ശരി 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 ശരി. മനസ്സിലാവും. ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ഇത് നമ്മളിപ്പോൾ അറിഞ്ഞു എന്നറിയില്ല. ഇപ്പോൾ പല സ്ഥലത്തും എല്ലാവരുടെയും ഫോൺ മേടിച്ച് വെച്ചിട്ട് എല്ലാവരുടെയും വോട്ട് ചെയ്യാൻ തുടങ്ങിയാലോ? പിന്നെ നമ്പർ 1. നമ്പർ 2, ഈ ഫോൺ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ ഫോൺ, എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും ഫോൺ ഉണ്ടാവണമെന്നില്ല. ഇപ്പം നിങ്ങളിപ്പോൾ പറയുന്നത് എൻ്റെ ഫോൺ വെച്ചിട്ട് ചെയ്യണം എന്നല്ലേ പറയുന്നത്? അതെ അല്ല, ഇപ്പം നമ്മൾ ആധാറും കൂടി ഒരു ഓത്തറൈസേഷൻ കൊടുത്താൽ ഒരു തമ്പ് കൂടി കൊടുത്താൽ ഓത്തറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ കൊടുക്കുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു മകനും അവരുടെ വീട്ടിലൊരു 14 മക്കളും അച്ഛനും അമ്മയും ഇളയമ്മമാരും മക്കളുണ്ടാകുന്ന കൂട്ടുകുടുംബത്തിൽ ചെയ്യുന്ന ഇഷ്ടപ്പെടാം. ഒരു അത്തരം ഡിജിറ്റൽ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഏറ്റവും സേഫായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണാധിപന്മാർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. കാരണം ഈ റൂളൊക്കെ ഉണ്ടാക്കുന്നത് അവരാണ്. അവരെയെങ്കിലും സുതാര്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ, എല്ലാവരുടെ കയ്യിലും അവരവരുടെ ഫോണിലെടുത്തോളം കാലം. 2, നമ്പർ 1, നമ്മളൊരു സോഷ്യൽ സിസ്റ്റത്തിലും കുടുംബ സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നവരാണ്. ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അന്യോന്യം മാറി ഈ കുത്തിയിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല വീടുകളിലും കൊലപാതകം പോലും ചിലപ്പോൾ നടക്കും. കാരണം 2 പാർട്ടിക്കാരടിക്കുന്നത് വീട്ടിനകത്താവും. ഇനി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന നമ്മുടെ ECIL ഉണ്ടല്ലോ, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, BEL ഉണ്ട്, ഭാരത് ഇലക്ട്രോണിക്സ്. അവരുണ്ടാക്കിയിട്ടുള്ള ഈ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് നടക്കുന്ന, ഇത്രയും ഭാരതത്തിലല്ലാതെ ഇത്രയും കൂടുതൽ ഇലക്ട്രോണിക് വോട്ടിംഗ് നടക്കുന്ന ലോകത്തിൽ വേറെ രാജ്യമില്ല. അവരൊക്കെ ഇപ്പോഴും ബാലറ്റ് പേപ്പറാണ്. നമ്മൾ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാതെ TN ശേഷൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എല്ലായിടത്തും കൊണ്ടെത്താൻ സാധിക്കാത്ത സമയത്താണ് നമ്മൾ വ്യത്യസ്തമായ സമയങ്ങളിൽ വോട്ടുകൾ കൊടുക്കുന്നത്. കാരണം മെഷീൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്തിപ്പെടാനുള്ള ആൾക്കാർ, അതിൻ്റെ സെക്യൂരിറ്റി, ഇതൊക്കെ ഒഴിവാക്കാവുന്ന സിമ്പിൾ മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ ആ മെത്തേഡിന് ഇതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആവുമോ, ഓക്കെ, ഇതൊക്കെ ചെക്ക് ചെയ്ത്. ഇപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കുറേ ആധാർ കാർഡിൻ്റെ ഇത്രയും നമ്മൾ പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പോൾ വോട്ടേഴ്സ് ID കാർഡ്, ഇപ്പം എനിക്ക് തന്നെ 3 വോട്ടേഴ്സ് ID കാർഡ് എൻ്റെ ഒരേ അഡ്രസ്സിൽ എൻ്റെ ഒരേ ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ട്. കാരണം അന്ന് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, തന്നില്ല, നെക്സ്റ്റ് അതിൽ. പക്ഷെ ഒരേ അഡ്രസ്സ്, ഒരേ വാട്ടർ നമ്പർ ഒക്കെ ഒന്നാണ്. പക്ഷെ ഇത് പോസിബിളാണ് പലപ്പോഴും. അതുകൊണ്ടാണ് വോട്ടേഴ്സ് ID കാർഡും ആധാർ കാർഡും ഐഡൻറ്റിറ്റിയും ആൾക്കാരെയും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ആധാർ കാർഡ് എടുത്തിട്ടുള്ള 10 കൊല്ലം മുമ്പാണ്. ഇപ്പോൾ എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ അവിടെ ആവില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ 2 സ്ഥലത്തുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. ബാങ്കിങ് എന്ന് പറയുന്നത് കറക്റ്റാണ്, കാരണം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഈ വോട്ടേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിജിറ്റൽ ഡാറ്റ വെച്ചിട്ട് ഒരാൾ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അത് താൽക്കാലികമായിട്ട് നടത്തുന്നൊരു പ്രോഗ്രാമാണ്. അതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ, കാരണം ഇത്തരം കുറേ പാസ്വേഡും അതും ഇതുമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പം സാധിക്കുന്നൊരു സംഭവമാണ്. അതുപോലെ നേരത്തെ സതീഷ് ചേട്ടൻ ചോദിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ആണ് ഡാറ്റാബേസ് ഒക്കെ ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഹാക്ക് ചെയ്യപ്പെടാം. ഒന്ന് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ ഔട്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയും സംഭവം നമുക്ക് ഉണ്ടാവില്ലേ? നിങ്ങളിപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇമെയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്കൊക്കെ ഇഷ്ടം പോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകാതെ, നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് ആക്സസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അരുണാചൽ പ്രദേശ് പോയിട്ട് തിരിച്ചു വന്നാൽ ഒട്ടനെ എന്നോട് ചോദിക്കും, ഐ കനോട്ട് ലോഗിൻ, എൻ്റെ ഗൂഗിൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൂഗിളിൽ നിന്ന് എനിക്ക് ഫോൺ വരും. ഓക്കെ, ഗൂഗിളിൽ നിന്ന് ഫോൺ വന്നിട്ട് ചോദിക്കും എപ്പോഴാണ് ലാസ്റ്റ് ഉപയോഗിച്ചത്, ഏത് ദിവസമാണ് അവിടെ പോയത്, ഏത് ടെലിഫോൺ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ആദ്യം തുടങ്ങിയത്, അതുപോലെ ഞാൻ ഓർക്കണം. അപ്പം ഞാൻ പറയാം 2007 എൻ്റെ ഒഫീഷ്യൽ നമ്പർ, ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഡൽഹിയിലാണ്, ഇന്ന് പോക്കറ്റ് 3 മയൂർ വിഹാർ ഫേസ് 2ലാണ്. ഓക്കെ, ഈ ഡാറ്റയൊക്കെ ഗൂഗിളിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് ഇപ്പോൾ. അത് വെച്ചിട്ടാണ് എന്നെ ഓതൻറ്റിക്കേഷനോടുകൂടി റിക്കവർ ചെയ്യാൻ ഇതൊക്കെ ആവശ്യമാണ്. ഇപ്പം നിങ്ങളുടെ മൊബൈലിൽ വെച്ചിട്ടോ നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ടോ നിങ്ങൾ ഇമെയിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് ആർക്ക് എന്ത് മെസ്സേജ് അയച്ചു എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഒരു സമയവും വേണ്ട. ഞാൻ ഗൂഗിളിലും വർക്ക് ചെയ്യണ്ട, എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു തരാം.
ഈ പണിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം ഇത്രയൊക്കെ ഡാറ്റ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന സമയത്ത് അത് ഉപദ്രവിക്കുന്നു നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഞാൻ ഇമെയിലിൽ എന്തൊക്കെയാണ് അയക്കണത്, വാട്സപ്പിൽ എന്തൊക്കെയാണ് അയക്കണത്, നിങ്ങളുടെ ഫുൾ വാട്സപ്പ് അതുപോലെ സ്റ്റോർ ചെയ്യുന്നില്ലേ? നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് ആ ലോഗ് ഫയലിൽ നിന്നും കംപ്ലീറ്റ് റിക്കവർ ചെയ്യാം. നിങ്ങളുടെ ധാരണ പോയി എന്നല്ലേ? ഇതൊക്കെ ലോഗ് ഫയലിൽ നിന്ന് റിക്കവർ ചെയ്യാം. അപ്പോൾ ഈ പോസിബിലിറ്റിയൊക്കെ വെറും ആധാർ കാർഡിലോ ഫോണിലോ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതൊരു ഓതൻറ്റിക്കേഷൻ പോസിബിളാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമുക്കൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉടനെ നമുക്ക് മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് വരുമ്പോൾ ഇത് ഫേക്കാണ് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഐ ക്യാൻ കോൺടാക്ട് ദ ബാങ്ക് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ്. ആ പോസിബിലിറ്റി ഉണ്ടല്ലോ. ആ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? പക്ഷേ ഇത് ചെറുകിട അതായത് ചെറുകിട വ്യവസായം നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ പറഞ്ഞ UPI ഒക്കെ യൂസ് ആക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ സെക്യൂരിറ്റിയെ പറ്റി അവർക്ക് വലിയൊരു അവയർനെസ് ഉണ്ടാവില്ല. അതൊരു പ്രശ്നമല്ലേ? അതായത് ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ആക്സസബിൾ ആണ് ഈ സാധനമൊക്കെ, പക്ഷെ സെക്യൂരിറ്റിയെ പറ്റി അവർക്കൊരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നില്ല. അതൊരു പ്രശ്നമല്ലേ? അല്ല, നമ്മൾ എപ്പോഴും ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ആ സൊസൈറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സംഭവങ്ങൾക്ക് അതിൻ്റേതായ കുറേ അറിവുകളും റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസും എൻ്റെ അറിവുകളും എൻ്റെ അറിവ് വെച്ചിട്ടാണ്. അതേ സമയത്ത് വലിയ ബിസിനസ്സുകാരൻ്റെ ധാരണയിൽ അയാൾക്ക് ഈ പാസ്വേഡ് സംഭവങ്ങളൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എൻ്റെ ഫോണിൽ വന്നാൽ മതി. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിലൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ട്രാൻസാക്ഷനിൽ 1 lakhലധികം എനിക്ക് ആർക്കെങ്കിലും UPIയിൽ അയക്കാൻ പറ്റില്ല. ഇപ്പം അതാണ് എൻ്റെ ട്രാൻസാക്ഷൻ. ഒരു കോടിപതിയുടെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? കോടിക്കണക്കിന് രൂപയായിരിക്കും. സാധാരണക്കാരൻ്റെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ SBIയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് 100 രൂപ മതി. അതേസമയത്ത് ICICIയിൽ തുടങ്ങുന്നത് 1000 രൂപ ഉണ്ടേ. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവരുടെ മിനിമം ബാലൻസ് ഉപയോഗിച്ചിട്ട് ആ ബാങ്ക് അവരെ ധരിപ്പിക്കുന്ന ഒരു മിനിമം നോളജാണ് നമ്മളൊക്കെ അറിവേണ്ടു. അപ്പോൾ ആ നോളജ് എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് പോസ്റ്റ് ഓഫീസിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന എത്ര പേരുണ്ട്? കംപ്ലീറ്റ് ഡിജിറ്റലാണ്. പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ തൊട്ടടുത്ത് അറിയുന്ന വീട്ടിന് തൊട്ടടുത്ത്. ബാങ്കുകൾക്ക് പലയിടത്തും ബ്രാഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ നമ്മൾ അത്രയും കോൺടാക്ട്. പോസ്റ്റ് ഓഫീസ് വളരെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലേ? പലരുടെയും പെൻഷൻ വരുന്നത് അവിടെയല്ലേ? ഇതൊക്കെ മാറിയില്ലേ? ലോകത്ത് പലതും. ശരിക്കും ഈ ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നത് ശരിക്കും ടാക്സേഷന് വേണ്ടിയിട്ടാണോ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ബീഫ് വാങ്ങുന്നൊരു ആളുടെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും എനിക്ക് ഡിജിറ്റലാണ് പേയ്മെൻറ്റ് തന്നെ. ഒരു 30,000 രൂപയുടെ ഒരു പോത്ത് വാങ്ങിയിട്ട് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ 50,000 രൂപ വരും. അവൻ 30 days കഴിയുമ്പം ഓവർ ദ സ്ലാബ് നമുക്കൊരു ഇയർലി നോക്കുമ്പം ബാങ്കിൽ തന്നെ വന്നു. ഓട്ടോമാറ്റിക്കലി ബാങ്ക് ഇൻഫോം ടു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് ഒരിക്കലും കണ്ടുപിടിക്കാത്തൊരു സംഭവമായിരുന്നു. കാരണം ഒരു ചെറിയ പോത്ത് കച്ചവടക്കാരൻ ഒരിക്കലും ഒരു ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ലെവലിലേക്ക് വരാറില്ല. ഇയാൾക്കിത് റിട്ടേൺ എടുക്കുന്നതിന് ഈവൻ ക്യാഷിന് ലിമിറ്റേഷൻസ് ഉണ്ട് ബാങ്കിൽ. ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്കിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതും ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഇയാൾ ടാക്സ് കൺസൾട്ടൻറ്റിനെ പോയി കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ അയാൾക്ക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അയാൾക്ക് നഷ്ടം വരും, ഇൻകം ടാക്സും അടയ്ക്കേണ്ടി വരും, പ്രോപ്പറായിട്ട് കണക്ക് ഇയാൾക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഡിജിറ്റൽ ഒരു മാറ്റം ഈ ടാക്സേഷന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് സാലറീഡ് എംപ്ലോയേഴ്സിൽ നിന്ന്. യെസ്. അപ്പോൾ സാലറീഡ് എംപ്ലോയേഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു സ്ലാബിൽ വന്നാൽ എൻ്റെ 30% ഓഫ് സാലറി ഞാൻ ടാക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതെ അതെ. അതേ സമയത്ത് എന്നെക്കാളും കൂടുതൽ ബിസിനസ് നടത്തുന്ന ഒരു റീറ്റെയിൽ ബിസിനസ്സുകാരൻ, അത് തക്കാളി വിൽക്കുന്നവനായാലും ശരി, മല്ലിയില വെക്കുന്നവനായാലും ശരി, അവൻ എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ടാവും. അതെ. ഇന്ത്യ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് റീറ്റെയിൽ ആൾക്കാരുടെ ടാക്സിസ്റ്റാണ്. ഇഡ്ലിയും വടയും സാമ്പാറും വെക്കുന്ന ഒരാളുടെ ടാക്സ്, IRCTCയിൽ ഭക്ഷണം വെക്കുന്നവരുടെ ടാക്സ്, ഇതൊന്നും കണക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു മൂവ്മെൻറ്റ് ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് ഇത് ചെയ്യാതെ പോയത്. കാരണം ഇന്ത്യയുടെ റീറ്റെയിലിങ്ങിൽ നമ്മൾ സാധാരണഗതിയിൽ റോഡ് സൈഡിലുള്ള സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ടാക്സ് ഇല്ലാണ്ടാണ്. നിങ്ങൾ ഏത് മാളിൽ പോയാലും ടാക്സ് കൊടുക്കണം. അവിടെ ഈ സാധനത്തിനേക്കാൾ കാശ് കുറവാണ്. നിങ്ങൾ ഈ സാധാരണ ആമസോണിൽ ഏതെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ വില പുറത്ത് കിട്ടുന്നതിനേക്കാൾ കുറവാണ്. അല്ലേ? അമേരിക്കയിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ഒരു സാധനം മേടിക്കാമെന്ന് വിചാരിക്കാം. ഈ ഒരു ഫോൺ മേടിക്കുകയാണ്. ബെസ്റ്റ് ബൈ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് പോകുന്നത്. അവർ പറയും എന്നോട് ഇത്ര $1 പറഞ്ഞു തന്നിരിക്കുക. ഉടനെ ഞാൻ ആമസോണിൽ നോക്കിയിട്ട് പറയാം, ആമസോണിൽ ഈ വിലയിലാണ് കിട്ടുക. ഉടനെ അവൻ കാശ് കുറച്ച് തരും.
അതിപ്പോൾ ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് ചെറുതായി. ഞാൻ പറയുന്നത് ആ. അപ്പോൾ എല്ലാ റീറ്റെയിൽക്കാരനും എത്ര മാർജിൻ ഉപയോഗിച്ചിട്ട് എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടാണ് കാശുണ്ടാക്കുന്ന ആലോചിച്ചു. അപ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പോകാണ്ടിരുന്നാൽ ആർക്കാണ് നഷ്ടപ്പെടുന്നത്? അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് റിട്ടയർമെൻറ്റോടുകൂടി പെൻഷനോട് ഇരിക്കുന്ന ഞാൻ ഇപ്പോഴും ടാക്സ് കൊടുക്കുമ്പോൾ എൻ്റെ പെൻഷനും ടാക്സ് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിട്ടിരുന്നാണ്, നമ്മളാണല്ലോ ഗവൺമെൻറ്റൊക്കെ സർവ് ചെയ്തു കൊടുത്തത്, അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാക്സ് സാധാരണ ബിസിനസ്സുകാരൻ്റെ അടുത്ത് പിടിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പോർഷനിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ അത് കൊടുക്കാം. അത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു, അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇന്ത്യ വാസ് എ പൂർ കൺട്രി. ഇന്ത്യ ഈസ് നോട്ട് എ പൂർ കൺട്രി നോ. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. ഒരു പൂർ മനുഷ്യൻ എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, പറ്റുമോ? ഇല്ല. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രി ആവണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് വേണം? ഫിനാൻഷ്യലായിട്ട് കുറച്ചും കൂടി കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എത്രത്തോളം ട്രാൻസാക്ഷൻ കൂടുന്നു അത്രത്തോളം ടാക്സ് കൂടുന്നു. അത്രത്തോളം ടാക്സ് കൂടുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഫെസിലിറ്റി കൂടുന്നു. 10 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള റോഡുകളാണോ എന്നുള്ളത്? ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കൂ. ആദ്യം 1970s നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്തുണ്ടായിരുന്ന ഡാമുകളും വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിറ്റിയും, ഇതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, ആരെങ്കിലും വിചാരിച്ചിരുന്നോ വന്ദേ ഭാരത് ഇങ്ങനെ ഓടുന്നു? ഒരിക്കലുമില്ല. വലിയ ഡെവലപ്മെൻ്റ് അല്ലേ ഇത്? നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന 2 സിറ്റികൾ തമ്മിൽ, ഇനി ബാംഗ്ലൂരും മദ്രാസും തമ്മിൽ ഇന്ന് ഫ്ലൈറ്റിന് 40 മിനിറ്റ്, എല്ലാ കേരളം ഇറങ്ങലും എല്ലാം കൂടി 1.5 മണിക്കൂർ. അതേ സമയത്ത് വരാൻ പോകുന്ന ഈ പുതിയ ട്രെയിനുകളുണ്ട്, അത് വാക്വം വെച്ചിട്ട് സക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ട്രെയിനുകളാണ്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അത് വരാൻ പോകുന്നത് 50 മിനിറ്റ് കൊണ്ട് 2 സിറ്റികൾ കവർ ചെയ്യും. ദുബായിലൊക്കെ ഉള്ള പോലത്തെ. അതെ, ട്യൂബ് റെയിൽസ്. ആ ട്യൂബ് റെയിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടിക്കഴിഞ്ഞാൽ എന്ത് നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും. അത് ആദ്യം വരുന്നത് എങ്ങോട്ടാണ് ഇനി വരുന്നത്? മദ്രാസും ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി ദ ചേഞ്ച് വിൽ ഹാപ്പൺ. ഇതിനൊക്കെ കാശ് വേണ്ടേ മുടക്കാൻ? നമ്മൾ പറയുന്നത് ചൈന കുറേ കാശിൻ്റെ ഉള്ളൊരു കൺട്രിയാണ്, പക്ഷെ അവിടുത്തെ കാശ് ഗവൺമെന്റിന്റെ കയ്യിലല്ല, ആൾക്കാരുടെ കയ്യിൽ. കാരണം ഓൺട്രപ്രൈനേഴ്സ് ആകുമ്പോൾ അവരുടെ കയ്യിലേ കാശുണ്ടാവുള്ളൂ, ഗവൺമെന്റിലില്ല. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ചൈനയൊക്കെ വല്ലാണ്ട് ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ആകെ മുങ്ങിച്ചെത്തു പോകും. അവിടെയൊന്നും ഗവൺമെന്റിന് കാശില്ല. പക്ഷെ അതേ സമയത്ത് ഇന്ത്യയിൽ ഗവൺമെന്റ് ഈസ് ഓൾസോ റിച്ച്, പീപ്പിൾ ആർ ഓൾസോ റിച്ച്. അപ്പോൾ നമ്മൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ നമ്മുടെ എക്കണോമിക്കലി ആയാലും 3rd ബെസ്റ്റ്, എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ മുന്നോട്ട് പോകാൻ പാടാണ്. സോ ഇറ്റ്സ് 100% ഷുവർ ദാറ്റ് ബൈ 2050 ഇന്ത്യ വിൽ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡ്. നമ്മൾ ആലോചിക്കേണ്ടത് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ കിട്ടുന്ന ബഹുമാനം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇന്ത്യ എത്ര പവർഫുള്ളാണ്, ഇന്ത്യയുടെ ജനങ്ങൾ എത്ര പവർഫുള്ളാണ്, എന്ത് എക്കണോമി ഉണ്ട്, നമ്മൾ എന്ത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്ത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബാക്കി രാജ്യങ്ങളിൽ. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്. ഇത് നല്ലപോലെ നടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് ചോദിച്ച ഐശ്വര്യയുടെ ചോദ്യം, എനിക്ക് തോന്നുന്നു റിയലി വി ഹാവ് ടു ബി പ്രൗഡ്. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ആണ്. ആ ചോദ്യത്തിൽ വളരെ ആപ്റ്റായിട്ടുള്ള വാക്കാണ്, നമ്മളാണ് ഇത് നടത്തുന്നതെന്ന് വിശ്വാസം നമ്മൾ ഉണ്ടാവണം. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചെയ്യേണ്ട കാര്യം. അതാണ്.